നമസ്കാരം. കോട്ടയം തിരുവാതുക്കൽ ദമ്പതികളുടെ കൊലപാതകത്തിന് പിന്നാലെ പോലീസിനെ പോലും ഞെട്ടിപ്പിക്കുന്ന സംഭവങ്ങളാണ് പുറത്തുവരുന്നത്. നിലവിൽ ഇരട്ടക്കൊലപാതക കേസിലെ പ്രതിയെ പിടികൂടിയ പോലീസ് കേസുമായി ബന്ധപ്പെട്ട് മറ്റാർക്കും പങ്കില്ലെന്ന് വ്യക്തമാക്കുന്നു. പ്രതി അസം സ്വദേശി അമിത് ഉറാൻ വിജയകുമാറിനോടുള്ള വ്യക്തിവൈരാഗ്യത്തിന്റെ പേരിലാണ് കൊല നടത്തിയത്. കുറ്റപത്രം പോലീസ് ഉടനെ തന്നെ സമർപ്പിക്കും. കോട്ടയം തിരുവാതുക്കൽ ശ്രീവത്സം വിജയകുമാർ, ഭാര്യ ഡോക്ടർ മീര എന്നിവരാണ് അർദ്ധരാത്രിയിൽ വീട്ടിനുള്ളിൽ കൊല്ലപ്പെട്ടത്. എന്നാൽ കേരള പോലീസിന്റെ അന്വേഷണം കൊണ്ട് അവസാനിക്കുന്നില്ല ഈ കേസിലെ ദുരൂഹത. മകന്റെ മരണം മുതൽ ദുരന്തം വേട്ടയാടുന്ന കുടുംബത്തിൽ നടന്ന ദുരൂഹ മരണങ്ങളുടെ ചുരുളഴിയണം. വിജയകുമാർ ഹൈക്കോടതിയെ സമീപിച്ചതോടെ മകന്റെ മരണം അന്വേഷണം CBI ഏറ്റെടുത്തിരിക്കുകയാണ്. 2018 കാരിത്താസ് ആശുപത്രിക്ക് സമീപമുള്ള റെയിൽവേ ട്രാക്കിലാണ് മകൻ ഗൗതമിനെ മരിച്ച നിലയിൽ കാണപ്പെട്ടത്. 25 വയസ്സുകാരനായിരുന്നു. കാറിനുള്ളിൽ വെച്ച് കഴുത്ത് മുറിച്ച ശേഷം അവിടെ നിന്നും 1 കിലോമീറ്റർ ദൂരം റെയിൽവേ ട്രാക്കിലെത്തി ട്രെയിൻ വരുന്നത് കാത്തുനിന്ന് ഗൗതം ട്രെയിനിന് മുൻപിൽ ചാടി ജീവൻ ഒടുക്കുകയായിരുന്നു. ഈ യുവാവ് സോറിയാസിസ് എന്ന രോഗത്തിന് ഇന്റർനെറ്റിൽ നിന്നും ലക്ഷക്കണക്കിന് രൂപയുടെ മരുന്ന് വാങ്ങിയിരുന്നതായും രോഗം ശമിക്കാത്തതിനെ തുടർന്നുണ്ടായ മനോവിഷമത്തിലാണ് ജീവൻ ഒടുക്കിയതെന്നുമായിരുന്നു പോലീസ് കണ്ടെത്തൽ. ഈ മരണത്തിൽ എല്ലാവർക്കും ഉണ്ടായ സംശയം പോലെ തന്നെ ഗൗതമിന്റെ മരണം ആത്മഹത്യയെന്ന് മാതാപിതാക്കളും വിശ്വസിച്ചില്ല. സുഹൃത്തുക്കളുമായി സ്റ്റാർട്ടപ്പ് ബിസിനസ് ചെയ്ത ഗൗതമിന് ലക്ഷങ്ങളുടെ നഷ്ടം സംഭവിച്ചിരുന്നു. ഇതിൽ വിഷമമുണ്ടായിരുന്നെങ്കിലും മാതാപിതാക്കൾ പിന്തുണ നൽകി. കോടികളുടെ ആസ്തിയുള്ള വിജയകുമാർ ഇതൊന്നും കാര്യമാക്കേണ്ടതെന്ന് മകനോട് പറഞ്ഞു. മകൻ മരണപ്പെട്ടതോടെ സുഹൃത്തുക്കളെയായി മാതാപിതാക്കൾക്ക് സംശയം. മകന്റെ മരണത്തിൽ ദുരൂഹതയുള്ളതായും കേസ് CBI അന്വേഷണം ആവശ്യപ്പെട്ട് പിതാവ് ഹൈക്കോടതിയെ സമീപിച്ചു. ഹൈക്കോടതി ഉത്തരവിനെ തുടർന്ന് കഴിഞ്ഞ മാസം 21-ന് CBI കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചു. അധികം വൈകാതെ ദമ്പതികളുടെ മരണവും സംഭവിച്ചു. എന്നാൽ മകന്റെ മരണം ദമ്പതികളുടെ കൊലപാതകവും തമ്മിൽ കൂട്ടിച്ചേർക്കേണ്ടതാണ് CBI അറിയിച്ചത്. കേരള പോലീസിന്റെ അന്വേഷണത്തിലും അത് തന്നെയാണ് വ്യക്തമാക്കുന്നത്. എന്നാൽ യാതൊരു ക്രിമിനൽ പശ്ചാത്തലവുമില്ലാത്ത 23-കാരനായ അസം സ്വദേശി അമിത് ഇത്തരം ബ്രൂട്ടൽ കൊലപാതകം നടത്താനുള്ള ധൈര്യം എവിടെ നിന്ന് കിട്ടി? ഒപ്പമുണ്ടായിരുന്ന പെൺകുട്ടിയുമായി ബന്ധം നഷ്ടപ്പെട്ടാൽ ഇങ്ങനെ ക്രൂരമായി കൊല നടത്താൻ കഴിയുമോ? അതിവിദഗ്ധമായി വീട്ടിനുള്ളിൽ കയറി വളർത്തുനായ്ക്കളെ മയക്കി CCTV ദൃശ്യങ്ങൾ അടങ്ങിയ DVR മോഷ്ടിക്കാൻ പരിശീലനം കിട്ടിയതെങ്ങനെ? കൃത്യം നടത്തിയ ശേഷം കോട്ടയം നഗരത്തിലെത്തി ലോഡ്ജിൽ നിന്നും ബസ് മാർഗം തൃശൂർ മാളയിൽ സഹോദരൻ്റെ അടുത്തെത്തി കിടന്നുറങ്ങി. പോലീസ് എത്തിയപ്പോൾ ഓടാൻ പോലും ശ്രമിക്കാതെ പിടികൊടുത്തു. പോലീസ് ചോദിച്ച ചോദ്യങ്ങൾക്കെല്ലാം കൃത്യമായി മറുപടി നൽകി. 2 ഇടങ്ങളിലായി തോട്ടിൽ വലിച്ചെറിഞ്ഞ CCTV DVRും മോഷ്ടിച്ച മൊബൈൽ ഫോണും കാണിച്ചു നൽകി. കൊലപാതകം നടത്തിയ വീട്ടിൽ നിന്ന് തന്നെ മുൻപ് ഇയാൾ iPhone മോഷ്ടിച്ചിരുന്നു. രാത്രിയിൽ വീടിൻ്റെ പിൻഭാഗത്തുള്ള മതിൽ ചാടിക്കടന്ന് അകത്ത് കയറി ഫോൺ മോഷ്ടിക്കുകയായിരുന്നു. CCTV ദൃശ്യങ്ങളിൽ ഇത് അമിത് എന്ന പോലീസ് കണ്ടെത്തി. മോഷ്ടിച്ച ഫോൺ ഉപയോഗിച്ച് അമിത് അക്കൗണ്ടിൽ നിന്നും 2,59,000 രൂപ പിൻവലിക്കുകയും ചെയ്തു. വിജയകുമാർ ബാങ്കുമായി ബന്ധപ്പെട്ട് അക്കൗണ്ട് ബ്ലോക്ക് ചെയ്തു. പോലീസ് എത്തി അസമിൽ നിന്നും അമിതിനെ പിടികൂടുകയായിരുന്നു. 5 മാസം ജയിലിൽ കഴിഞ്ഞ അമിത് പുറത്തിറങ്ങുമ്പോൾ അമിതിനൊപ്പമുണ്ടായിരുന്ന പെൺകുട്ടി പിണങ്ങിപ്പോയിരുന്നു. ഗർഭിണിയായിരുന്ന പെൺകുട്ടിയുടെ ഗർഭവും അലസി. ഇതാണ് വിജയകുമാറിനോടുള്ള പകയ്ക്ക് കാരണം. അന്ന് മോഷണക്കേസിൽ ജയിലിൽ കഴിഞ്ഞ അമിതിന് പുറത്തിറങ്ങാൻ ജാമ്യം നിന്നത് ഏറ്റുമാനൂർ സ്വദേശികളായ 2 സ്ത്രീകളാണ്. ഇരട്ടക്കൊലപാതകത്തിന് ശേഷമാണ് ഇക്കാര്യം പോലീസിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത്. ഇവരെ കണ്ടെത്തി പോലീസ് ചോദ്യം ചെയ്തെങ്കിലും അമിതിനെക്കുറിച്ച് ഒന്നും അറിയില്ലെന്നാണ് ഇവർ പറഞ്ഞത്. 5,000 രൂപ വീതം ഇവർക്ക് ലഭിച്ചെന്നാണ് വിവരം. സ്ത്രീകളടങ്ങുന്ന ഒരു സംഘം ഒരു അഭിഭാഷകനുമായി ചേർന്നാണ് പ്രവർത്തിക്കുന്നത്. പോലീസിന് വിവരം ലഭിച്ചിട്ടുണ്ട്. ഒരു ജാമ്യക്കാരൻ 5,000 രൂപ മുതൽ 10,000 രൂപ വരെ ലഭിക്കും. ഇതര സംസ്ഥാനക്കാരായ കുറ്റവാളികൾക്ക് ജാമ്യം നിൽക്കുന്നതിന് കോട്ടയം ജില്ലയിൽ ഒരു മാഫിയ സംഘം തന്നെ പ്രവർത്തിക്കുന്നതായി പോലീസ് കണ്ടെത്തി. ഇവരെ പോലീസ് നിരീക്ഷിച്ചു വരികയാണ്. കോട്ടയം തിരുവാതുക്കൽ ഇരട്ടക്കൊലപാതക കേസിലും പ്രതിയെ രക്ഷപ്പെടുത്താൻ പുറത്തുനിന്നുള്ള ഇടപെടൽ ഉണ്ടാകുമോ എന്നാണ് പോലീസ് സംശയിക്കുന്നത്.